പുനാർ പുളി എന്ന് കേട്ടിട്ടുണ്ടോ? ഇതിൻ്റെ ബൊട്ടാനിക്കൽ നെയിം ഗാർസീനിയ ഇൻഡിക്ക എന്നാണ്. വേനൽക്കാലത്ത് ശരീരം തണുപ്പിക്കാൻ ഇതിൻ്റെ ജ്യൂസ് ബെസ്റ്റാണ് കേട്ടോ. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും ഇതിനുണ്ട്. ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇത് നല്ലൊരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററാണ്, പിന്നെ നാച്ചുറൽ കൂളൻ്റ് ആണ്, സ്കിൻ കെയറിന് ഏറ്റവും ബെസ്റ്റാണ്. ഇതിൽ കൊളസ്ട്രോൾ ഒട്ടും ഇല്ലാത്തത് കൊണ്ട് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. വെസ്റ്റേൺ ഗാട്ട്സിൻ്റെ റേഞ്ചുകളിലാണ് ഈ പഴം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഇതിൻ്റെ മരത്തിന് ഏകദേശം 25 അടിയോളം വളർച്ചയുണ്ട്. ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് ഇതിൻ്റെ വിളവെടുപ്പ് നടക്കുന്നത്. ഈ പഴത്തിന് മാംഗോസ്റ്റിനുമായിട്ട് നല്ല സാമ്യമുണ്ട്, എങ്കിലും ഇതിൻ്റെ തൊലിക്ക് കട്ടി കുറവാണ്. ഇതിൻ്റെ ഉൾഭാഗം കണ്ടോ? മാംഗോസ്റ്റിൻ്റെ ഒക്കെ അതേപോലെ തന്നെ ഉണ്ട്. പഴുക്കുമ്പോൾ ഇത് നല്ല ചുവന്ന നിറത്തിലാണ് കേട്ടോ കാണപ്പെടുന്നത്. കടകളിലൊക്കെ ഇതിൻ്റെ സ്ക്വാഷ് നമുക്ക് മേടിക്കാൻ കിട്ടുമെങ്കിലും ഇന്ന് ഞാൻ നാച്ചുറലായിട്ട് ഇത് നമുക്ക് എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം ഞങ്ങളുടെ തോട്ടത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള മരത്തിൽ നിന്ന് പഴങ്ങൾ കളക്ട് ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ സ്ക്വാഷ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി ഇത് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. ഈ പഴത്തിൻ്റെ തൊലി കൊണ്ടും ജ്യൂസ് ഉണ്ടാക്കാം, സീഡ് കൊണ്ടും ജ്യൂസ് ഉണ്ടാക്കാം. പക്ഷെ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് തൊലി കൊണ്ട് ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. ഇതിൻ്റെ ഫ്ലഷ് നോക്കുകയാണെങ്കിൽ നമ്മുടെ കുടംപുളിയുടെയൊക്കെ ഒരു ടേസ്റ്റ് പോലെയാണ്. പുളിയും ഉണ്ട്, ചമർപ്പും ഉണ്ട്. ഒരു കാര്യം പറയാൻ ഞാൻ മറന്നു കേട്ടോ, ഇതിൻ്റെ സ്ക്വാഷ് ഉണ്ടാക്കാൻ നമുക്ക് 1 കപ്പോളം പഞ്ചസാര ആവശ്യമാണ്. ഇതിപ്പോൾ കാണുന്നത് ഞാൻ ഇതിൻ്റെ തൊലിയും ഫ്ലഷും കൂടെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇനി നമുക്കിതിൻ്റെ സ്ക്വാഷ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എപ്പോഴും നമ്മൾ വൈൻ ഉണ്ടാക്കുമ്പോഴും സ്ക്വാഷൊക്കെ ഉണ്ടാക്കുമ്പോൾ ഗ്ലാസ് ജാറാണല്ലോ ഉപയോഗിക്കുന്നത്. അതാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ ഇന്ന് എനിക്കത് കിട്ടാത്തത് കൊണ്ട് ഞാനൊരു പ്ലാസ്റ്റിക് ജാറാണ് ഉപയോഗിക്കുന്നത്. ആദ്യം ഞാൻ ഈ ജാറിൽ കുറച്ച് തൊലി ഇട്ട് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ലെയർ ആയിട്ടിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ഞാൻ ജാറിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് നല്ലപോലെ സ്റ്റഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ അടച്ച് നമുക്കൊരു 24 മണിക്കൂർ മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും പഞ്ചസാരയൊക്കെ നല്ലപോലെ മെൽറ്റായി സ്ക്വാഷ് അതിൽ നിന്ന് ഊർന്നു വരും. ഇത് നെക്സ്റ്റ് ഡേ നോക്കുമ്പോൾ ജ്യൂസൊക്കെ നല്ലപോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മറ്റൊരു ബൗളിലോട്ട് ഫിൽട്ടർ ചെയ്ത് മാറ്റാം. ഇത് കണ്ടോ, ഇത് നല്ല തേൻ പോലെ തിക്കായിട്ട് ഊർന്നു വന്നിട്ടുണ്ട്. ബാക്കി വന്നേക്കുന്ന ഈ സ്കിന്നുണ്ടല്ലോ, അത് നമുക്ക് അച്ചാറിടാൻ
അച്ചാറിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.